ഈ വർഷത്തെ കുവൈറ്റ് കലാ ട്രസ്റ്റ് പുരസ്കാരം കൈരളി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത്ചന്ദ്രന് മന്ത്രി എം പി രാജേഷ് സമ്മാനിച്ചു. പാലക്കാട് വെച്ച് നടന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിച്ചത്. കലയുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. 1978 കുവൈറ്റിലെ മലയാളികൾ രൂപീകരിച്ച സാംസ്കാരിക സംഘടനയായ കലയുടെ കുടുംബസംഗമവും പുരസ്കാര വിതരണവുമാണ് പാലക്കാട് നടന്നത്. കലാ ട്രസ്റ്റ് പുരസ്കാര സമർപ്പണവും വിദ്യാഭ്യാസ എൻഡോമെന്റ് വിതരണവും മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിനെതിരെ വലിയ കുപ്രചാരണം ഉണ്ടായപ്പോൾ ചില മാധ്യമങ്ങളും ഒപ്പം ചേർന്നുവെന്ന് മന്ത്രി പറഞ്ഞു. ആസൂത്രിതമായ ഒരു അജണ്ട നിശ്ചയിച്ചുകൊണ്ടുള്ള മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയനുസരിച്ചുള്ള ഒരു പ്രൊപ്പഗാൻഡ യുദ്ധം തന്നെ കേരളത്തിനെതിരായിട്ട് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുക. ആ പ്രൊപ്പഗാൻഡയിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നത് മാധ്യമങ്ങളാണ്, അതിൽ തന്നെ ദൃശ്യമാധ്യമങ്ങളാണ്. ഇന്ന് ഒരു വിഭാഗം മാധ്യമങ്ങൾ, എല്ലാവരും ഇല്ലെങ്കിലും ഒരു വിഭാഗം മാധ്യമങ്ങളും അതിന്റെ ഭാഗമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ വർഷത്തെ കുവൈറ്റ് കലാ ട്രസ്റ്റ് പുരസ്കാരം കൈരളി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത്ചന്ദ്രന് മന്ത്രി സമ്മാനിച്ചു. കൈരളി ചാനൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ ശരത്ചന്ദ്രനെ ക്ഷണിക്കുന്നു. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായിരുന്നു പുരസ്കാരം. സാംസ്കാരിക രംഗത്തെ ശക്തിപ്പെടുത്തണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ എ കെ ബാലൻ പറഞ്ഞു. കാരണം സാംസ്കാരിക രംഗവും പഴയതുപോലെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ച മഹാരഥന്മാരുടെ ഇടപെടൽ, സാന്നിധ്യം ആ രൂപത്തിൽ സാംസ്കാരിക രംഗത്ത്, ആശയരംഗത്ത് ഇന്ന് കാണാൻ പ്രയാസമാണ്. ആ ഒരു ദൗർബല്യം കുറക്കുന്നതിനുള്ള ഇടപെടൽ നമുക്ക് നടത്താൻ സാധിക്കുന്നില്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട, നമ്മുടെ മനസ്സ് നമ്മൾ അറിയാതെ തന്നെ പഴയ കാലഘട്ടത്തിലേക്ക് അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും ജാതിചിന്തയുടെയും മതചിന്തയുടെയും ഭാഗമായി അതപ്പതി. SSLC ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരം മുൻ MP NN കൃഷ്ണദാസ് സമ്മാനിച്ചു. മുൻ MLA TK നൌഷാദ്, പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ P ലില്ലീസ്, കലാ ട്രസ്റ്റ് ഭാരവാഹികളായ KK സുദർശനൻ, അനൂപ് മങ്ങാട്, ചന്ദ്രമോഹൻ പനങ്ങാട്, K കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. പുരസ്കാരം ഏറ്റുവാങ്ങി കൈരളി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത്ചന്ദ്രൻ മറുപടി പ്രസംഗം നടത്തി. കേരളത്തിൽ മാധ്യമങ്ങൾ ഏറ്റവും അധികം ഇടത് വിമർശനമല്ല ഇന്ന് നടത്തുന്നത്, സർക്കാർ വിമർശനമല്ല നടത്തുന്നത്. സർക്കാർ വിരുദ്ധ പ്രചാരണത്തിലേക്ക്, ഇടതുവിരുദ്ധ പ്രചാരണത്തിലേക്ക് മാധ്യമങ്ങൾ വളരെ ബോധപൂർവം ചെന്നുപെട്ടിട്ടുണ്ട് എന്നുള്ളത് ചെന്നു നിൽക്കുന്ന അവസ്ഥ അതാണ്. വിമർശനം എന്നുള്ളത് ജനാധിപത്യപരമാണ്, അത് മാധ്യമങ്ങളുടെ അവകാശമാണ്. പക്ഷെ അത് വിമർശനപരമായി ഉന്നയിക്കാനും ശരിയായ രീതിയിൽ അവതരിപ്പിക്കാനും മറുപടി വാങ്ങിച്ചെടുക്കാനും മാധ്യമങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഇന്നതല്ല. പകരം ഒരു വിരുദ്ധ നിലപാട് ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച് അതിനനുസരിച്ച് കാര്യങ്ങളെ മെനയുന്നതിലേക്ക് പോകുന്നു. കൈരളി ന്യൂസ്, പാലക്കാട്.